ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഞാൻ ഒന്ന് രണ്ട് സംശയം തീർക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്. ഭഗവാൻ ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തുന്നത് 1188. അവിടെ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഭഗവാൻ അവിടെ ഭിത്തിയിൽ അല്ലെങ്കിൽ പലകത്തിൽ ഇല കൊണ്ട് എഴുതി എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അവിടെ ഭഗവാൻ എഴുതി വെച്ചിരിക്കുന്നത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ്. ഇപ്പം പല സോഷ്യൽ മീഡിയയിലും നമ്മള് ഗ്രൂപ്പിലും ഒക്കെ പുസ്തകത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി, സ്ഥാനമാമിത് അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഹാഗുരു അരുവിപ്പുറത്ത് എന്താണ് എഴുതി വെച്ചത്? ഇന്നും അരുവിപ്പുറത്തെ ഇരിക്കുന്ന ബോർഡില് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് സ്ഥാനമാണിതെന്നാണ്. പിന്നെ എങ്ങനെയാണ് ഈ സ്ഥാനമാമിത് വന്നത്? അത് അറിയാനുള്ള ഒരു ആകാംക്ഷയാണ്. കാരണം ഞാൻ മഹാഗുരുവിനെ അറിയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭക്തൻ മാത്രമാണ്. നമ്മൾ ഓരോരുത്തരും വരും തലമുറയ്ക്ക് നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? വരും തലമുറ ഈ ഒരു രണ്ട് വാക്ക്, അതായത് അവർ ചോദിക്കുകയാണ്, സ്ഥാനമാണിതെന്നും പറയുന്നു, സ്ഥാനമാമിതെന്നും പറയുന്നു. ഇത് രണ്ടിൽ ഏതാണ് ശരിയെന്ന് വരും തലമുറ ചോദിച്ചാൽ അതിന് ഉത്തരം എന്തായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്? ഞാൻ ജനിച്ചു വളർന്ന കാലം മുതൽ ഞാൻ കേൾക്കുന്നതും കേട്ടിട്ടുള്ളതും സ്ഥാനമാണിതെന്നാണ്. കാരണം യേശുദാസ് പാടിയ ഒരു കാലഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എത്രയോ വർഷമായിരിക്കുന്നു. അതിന്റെ അക്ഷരങ്ങള് ഇല്ലെങ്കിൽ അതിന്റെ സ്ഥാനമാണെന്നുള്ളത് തെറ്റായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അന്ന് ആരും ഇതിനെപ്പറ്റി പറഞ്ഞില്ലെങ്കിൽ ആ പാട്ട് ഇല്ലെങ്കിൽ ആ ഒരു മഹാഗുരു എഴുതിയ ആ വാക്കുകൾ അക്ഷരത്തെറ്റുണ്ട്, ഇത് ബാൻ ചെയ്യണം, ഇത് ശരിയല്ല, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ് ചെയ്യാനിത് എന്താണ്? ആ പാട്ടിന് യേശുദാസിന് അവാർഡ് വരെ കിട്ടിയതാണ് അല്ലേ? പിന്നെ എന്തിനു വേണ്ടിയാണ് ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്, പ്രവർത്തിക്കുന്നത്, എഴുതുന്നത്? എനിക്കറിയില്ല അത്. അപ്പം ഞാനിത് പലരോടും ചോദിക്കുമ്പോൾ പറയുന്നത് സ്ഥാനമാണിത് എന്നതിനേക്കാളും നല്ലത് സ്ഥാനമാമിതെന്ന് തന്നെ പറയണമെന്നാണ്. അങ്ങനെ ഒരാളോ 2 പേരോ 10 പേരോ പറയുന്നത് നമ്മൾ കേട്ടാൽ അടുത്ത തലമുറയിലുള്ളവര് എന്തായിരിക്കും ചിന്തിക്കുക? അപ്പൊ അതുകൊണ്ട് അതിന്റെ സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണ് ഞാൻ. നിങ്ങൾ ഓരോരുത്തരും മഹാഗുരുവിനെ ആരാധിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇന്ന് വരെ പഠിച്ചിട്ടുള്ളത് ഏത് വാക്കാണ്? നിങ്ങൾക്കത് ഓരോരുത്തർക്കും ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എനിക്കിത് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. ഞാൻ ഭഗവാന്റെ ഒരു കൂട്ടായ്മ നടത്തുന്ന ഒരു വ്യക്തിയാണ്. പലരും ചർച്ച ചെയ്യുമ്പോഴും ഒക്കെ പറയുന്നത് സ്ഥാനമാമിതെന്ന് പറയണമെന്നാണ്. അപ്പോൾ പിന്നെ അരുവിപ്പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന ബോർഡിന് എന്താണ് പ്രാധാന്യം? ഭഗവാൻ ഗുരുദേവന് അരുവിപ്പുറത്ത് എഴുതി വെച്ച ആ ബോർഡിന് എന്താണ് പ്രാധാന്യം? ഞാൻ വിശ്വസിക്കുന്നത് മഹാഗുരു അവിടെ എഴുതി വെച്ച അവിടുത്തെ ആ ബോർഡിനാണ് ഞാൻ പ്രാധാന്യം നൽകുന്നത്. എന്റെ വിശ്വാസമാണത്, എന്റെ മാത്രം വിശ്വാസം. ഇതെന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾക്കത് ഭഗവാന്റെ ഈ പാതയിൽ കൂടി സഞ്ചരിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും നമുക്കത് സത്യം
പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയല്ലേ? ഇപ്പൊ ഒരുപാട് പേര് പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്. ഞാൻ ഒരുപാട് പ്രഭാഷണങ്ങൾ കേൾക്കുന്ന ഒരു മനുഷ്യനാണ്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രഭാഷകൻ ബിപിൻ ഷാ കോട്ടയം. അദ്ദേഹം ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും നടത്താറുണ്ട്. എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് പോലും കോൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നമ്പറിന് വേണ്ടി. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോഴും അദ്ദേഹം ഒരു പഠിക്കുന്ന ഒരാളാണ്. എന്നോട് പറഞ്ഞ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും ഇതിനെപ്പറ്റി. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നത്, വ്യക്തിപരമായിട്ട് പറയുന്നത് സ്ഥാനമാണിതെന്നാണ്. പിന്നെ എങ്ങനെയാണ് ഈ സ്ഥാനമാമിത് എങ്ങനെയാണ് വന്നത്? ദയവ് ചെയ്ത് എല്ലാവരോടും ഭഗവാൻ ഗുരുദേവനെ ആരാധിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തരോടുമാണ് എന്റെ ചോദ്യം. സത്യസന്ധമായിട്ട് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള വാക്കുകൾ പുതിയ ആൾക്കാർ പറഞ്ഞു തന്നതല്ല, ഞാൻ പണ്ട് കാലം മുതൽ കേട്ട വാക്കുകളാണ്. അതിനകത്ത് മഹാഗുരു എഴുതി വെച്ച അക്ഷരങ്ങൾ ആരാണ് തിരുത്തുന്നത്, ആർക്ക് വേണ്ടിയാണ് തിരുത്തിയത്, എന്തിനു വേണ്ടിയാണ് തിരുത്തുന്നത് എന്നുള്ള ഒരു ചോദ്യം മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ്. നിങ്ങൾ ദയവായിട്ട് എല്ലാവരും ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യണം. നിങ്ങളുടെ സത്യസന്ധമായിട്ട് നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് നിങ്ങൾ അത് എഴുതുക. അതുപോലെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചോദ്യം എല്ലാവരിലേക്കും എത്തിക്കുക. അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കൂടുതലൊന്നും സംസാരിച്ച് സമയം നീട്ടുന്നില്ല. എല്ലാവർക്കും ഭഗവാൻ ഗുരുദേവന്റെ അനുഗ്രഹം എന്നും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഗുരുവും തസ്സത്.